ഡിയർ IELTS ആസ്പിരൻസ്, സ്പീക്കിങ്ങിൻ്റെ സമയത്ത് എക്സാമിനോട് ചോദിക്കുന്ന IELTS എക്സാമിനോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ കേട്ടില്ല എങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് റിപ്ലൈ നൽകാം. ഐ ആം സോറി, കുഡ് യു പ്ലീസ് റിപ്പീറ്റ് ദ ക്വസ്റ്റ്യൻ. അതുമല്ലെങ്കിൽ എക്സ്ക്യൂസ് മീ, ഐ ഡിഡ്ന്റ് ക്യാച്ച് ദാറ്റ്, കുഡ് യു സേ ഇറ്റ് അഗെയിൻ പ്ലീസ്. അതുമല്ലെങ്കിൽ പാർഡൺ മീ, കുഡ് യു റിപ്പീറ്റ് ദ ക്വസ്റ്റ്യൻ എന്ന് കരുതി എല്ലാ ക്വസ്റ്റ്യൻസും ഇതേപോലെ കേട്ടില്ല എന്നുള്ള രീതിയിൽ റിപ്പീറ്റ് ചെയ്യാൻ പറയരുത്. എക്സാമിനർ പറയുന്ന ക്വസ്റ്റ്യൻസ് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. എങ്ങാനും ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് മാത്രം ഇങ്ങനെ കേട്ടില്ല അല്ലെങ്കിൽ ക്ലിയർ ആയില്ല എങ്കിൽ മാത്രം ഇങ്ങനെ റിപ്ലൈ നൽകുക. ഇനി അടുത്തതായിട്ട് IELTS എക്സാമിനർ ചോദിച്ച ക്വസ്റ്റ്യൻ കേട്ടു, പക്ഷേ ചോദിച്ചത് എന്താണെന്ന് മനസ്സിലായില്ല എങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് റിപ്ലൈ നൽകേണ്ടതെന്ന് നോക്കാം. ഐ ആം സോറി, കുഡ് യു പ്ലീസ് എക്സ്പ്ലെയിൻ വാട്ട് യു മീൻ ബൈ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ ഏതാണെന്ന് ആഡ് ഓൺ ചെയ്യാം. ഇങ്ങനെ ഇപ്പോൾ ഒരു പോപ്പുലർ കൾച്ചറിനെ കുറിച്ചാണ് IELTS എക്സാമിനർ നിങ്ങളോട് ചോദിച്ചെങ്കിൽ ആ പോപ്പുലർ കൾച്ചറിനെ കുറിച്ച് നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായില്ല എങ്കിൽ ഇങ്ങനെ പറയാം, കുഡ് യു എക്സ്പ്ലെയിൻ വാട്ട് യു മീൻ ബൈ പോപ്പുലർ കൾച്ചർ. അതുമല്ലെങ്കിൽ ഐ ആം നോട്ട് ഷുവർ ഐ അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻ ഫുള്ളി, കുഡ് യു സേ ഇറ്റ് ഇൻ അനദർ വേ. അതുമല്ലെങ്കിൽ ഡു യു മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ആ ക്വസ്റ്റ്യൻ ഒന്ന് നിങ്ങൾ പാരാഫ്രൈസ് ചെയ്ത് നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾ ഇങ്ങനെയാണ് മനസ്സിലാക്കിയതെന്ന് പറയുക. അപ്പോൾ അങ്ങനെയല്ല എങ്കിൽ എക്സാമിനർ അത് തിരുത്തി ആ ഒരു കറക്റ്റ് എന്താണെന്നുള്ളത് ക്വസ്റ്റ്യൻ എന്താണെന്ന് ഒന്നുകൂടി പറഞ്ഞു തരും ക്ലിയർ ആയിട്ട്.